നമസ്കാരം, മീശക്കാരൻസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോഡ്കാസ്റ്റ് ആണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, എവിടെ നീളൻ ബൈക്ക് എവിടെയാന്നുള്ളത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു പാവങ്ങളുടെ പോഡ്കാസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി അങ്ങനത്തെ മൈക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക, നല്ല രീതിയിലുള്ള സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് ആളുകൾ എത്താനുള്ള എന്താ പറയുക അനുഗ്രഹം നിങ്ങൾ തരണം. നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപാട് ആളുകൾ നമ്മളുടെ തൊട്ടടുത്തുള്ള ഈ സീറ്റിൽ വന്നിരിക്കുകയുള്ളൂ. അപ്പോൾ മൈക്കും കാര്യങ്ങളും ഒന്നുമില്ലാത്ത സാധാരണക്കാരുടെ പാവങ്ങളുടെ പോഡ്കാസ്റ്റ് ചെറിയ സെറ്റപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്ത നമ്മളുടെ ഒരു കുഞ്ഞു സ്വപ്നം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഉള്ള പ്രധാന സംശയമാണ്, നമ്മളുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, ആരാണ് ആ വീഡിയോ എടുക്കണമെന്നുള്ളത്. ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഈ കാണുന്ന രണ്ട് വ്യക്തികളാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഷൂട്ട് ചെയ്യുന്നത്. ഹേമ ചേച്ചി അതുപോലെ തന്നെ വിനോയേട്ടൻ. ഇവരാണ് കംപ്ലീറ്റ് ബിഹൈൻഡ് ദ ക്യാമറയിൽ പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികൾ. അപ്പോൾ ഇവരെയും കൂടെ ഞാൻ നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യണം. അപ്പം ഹേമ ചേച്ചി നമ്മുടെ കൂടെ പോഡ്കാസ്റ്റിൽ സ്ഥിരമായിട്ട് തുടരും. വിനോയേട്ടൻ വീണ്ടും ക്യാമറയുടെ പുറകിലേക്ക് പോകും. അങ്ങനെ ചേച്ചി. അതെ. അപ്പൊ ഹേമ ചേച്ചി, നമ്മുടെ പാവങ്ങളുടെ പോഡ്കാസ്റ്റ് മൈക്കൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല, വളരെ സാധാരണഗതിയിൽ ചെറിയൊരു സെറ്റപ്പിൽ നമ്മൾ തുടങ്ങിയ പോഡ്കാസ്റ്റ് അല്ലേ? അതെ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക് എന്താണ്, നിങ്ങൾ തന്നെ പറയൂ. ഫസ്റ്റ് ടോപ്പിക് നമ്മൾ റീസെന്റ് ആയിട്ട് നടത്തിയ ഒരു ട്രിപ്പിനെ കുറിച്ചായാലോ? മൈസൂർ ദസറ. മൈസൂർ ദസറ, അതെ. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. കാരണം കഴിഞ്ഞ ദിവസം ഡ്രോൺ ഷോ, അതിന് മുമ്പിലത്തെ ദിവസം എയർ ഷോ, പിന്നെ അതുപോലെ തന്നെ ജംബോ സവാരി, പിന്നെ മൈസൂർ ദസറ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അല്ലേ? ഭയങ്കര ട്രെൻഡ്സ്, റീൽസ് എല്ലാം നല്ല വൈറലാണ്. എല്ലാവരും മൈസൂരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതെ, സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 തീയതി വരെ അല്ലേ? അതെ. അപ്പം നമ്മൾ ഒരു യാത്ര നടത്തിയിരുന്നു. സെപ്റ്റംബർ 21 പോയിട്ട് 22 ഫുള്ള്, 23 ഫുള്ള്, 24 നമ്മൾ തിരിച്ചു വന്നത്. അപ്പം നമ്മളങ്ങനെ 2 ദിവസത്തെ ഒരു യാത്ര അവിടെ നടത്തിയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾ, അതായത് മൈസൂർ ദസറയെക്കുറിച്ച് നമുക്കറിയാവുന്ന, നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കിയത്, നമ്മൾ അവിടെ നിന്ന് കണ്ടതുമായ കാര്യങ്ങൾ അല്ലേ? അതെ, കുറച്ച് ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. അതെ, ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. കാരണം ഇനിയിപ്പം ദസറയ്ക്ക് പോകുന്നവരാണെങ്കിലും ശരി, ദസറ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ശരി, ദസറ കാണണം എന്നുള്ളവർക്കാണെങ്കിലും ശരി, കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ നമ്മൾ പോയ വഴി തന്നെ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അതെ, നമ്മൾ പോകുന്നത് നമ്മുടെ ഫേവറേറ്റ് റൂട്ടിൽ കൂടെയാണ് അല്ലേ? അതെ. നമുക്ക് മൈസൂർക്ക് പോകാൻ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. പാലക്കാട് നിന്നാണ് നമ്മുടെ യാത്ര. പാലക്കാട് നിന്ന് പോകാൻ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. സത്യമംഗലം വഴിയും പോവാം. നമ്മുടെ ഫേവറേറ്റ് റൂട്ടായ പറഞ്ഞോ? അതെ, അതായത് മുതുമല ബന്ദിപ്പൂർ വഴി നമ്മളുടെ പാലക്കാട് നിന്ന് പോകുമ്പോൾ ചെറുപ്പുളശ്ശേരി, പെരിന്തൽമണ്ണ കഴിഞ്ഞ് നാടുകാണി ചുരം കയറി ഇറങ്ങി, അത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും കാട്. ആ ചുരത്തിൽ തന്നെ നാടുകാണി ചുരം തന്നെ കാടാണ്. അതല്ലാതെ നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട ഒരു 5 കിലോമീറ്റർ അല്ലേ ആ ഒരു റോഡ് മോശമായിട്ടുള്ള സ്ഥലം? അതായത് നമ്മള് ആക്ച്വലി ഗൂഗിൾ മാപ്പിൽ നമുക്ക് കാണിക്കുന്ന ഷോർട്ടസ്റ്റ് വേ അതാണ്, പക്ഷെ അത് ചൂസ് ചെയ്യാൻ പാടില്ല. അതെ, നമ്മൾ പാലക്കാട് നിന്ന് പോകുമ്പോൾ പാലക്കാട് നിന്ന് നമുക്ക് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് നേരെ മണ്ണാർക്കാട് നിന്ന് നേരെ പാണ്ടിക്കാട്ടിലേക്ക് ഒരു വഴിയുണ്ട്. അതാണ് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുക. പക്ഷെ നമ്മൾ ഒരിക്കലും അത് ചൂസ് ചെയ്യരുത്, വളരെ മണ്ടത്തരമാവും. അപ്പം നമ്മൾ പോവേണ്ടത്, അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് പാലക്കാട്, ചെറുപ്പുളശ്ശേരി, പെരിന്തൽമണ്ണയിൽ നിന്നും പാണ്ടിക്കാട് നാടുകാണി ചുരം കയറാം, നിലമ്പൂർ വഴി. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നല്ല വഴിയാണ്. അപ്പം അവിടെ നിന്ന് നാടുകാണി എത്തിയാൽ തന്നെ നമുക്ക് കാട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നാടുകാണി എന്ന് പറയുന്നത് നമ്മുടെ കേരള സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആനകളുണ്ട്, സൂക്ഷിക്കുക എന്നൊക്കെ ഉള്ള ബോർഡുകൾ നമുക്ക് ഓരോ വളവിലും കാണാൻ പറ്റും. അതെ, ഒരുപാട് ബോർഡുകൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ ആനകളുടെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഏർലി മോർണിംഗ് പോവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് തവണ യാത്ര ചെയ്തതുകൊണ്ട് ഏർലി മോർണിംഗ് പോവുകയാണെങ്കിൽ അവിടെ ആനകളുടെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് കേരള തമിഴ്നാട് ബോർഡർ, ഫസ്റ്റ് ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ്, നാടുകാണിയിലാണ്. നാടുകാണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഗൂഡല്ലൂരിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഊട്ടിയൊക്കെ പോകാം. മസിനഗുഡി വഴി ഊട്ടി അല്ലേ? അതെ, മസിനഗുഡി വഴി ഊട്ടി. അപ്പോൾ ഗൂഡല്ലൂരിൽ നിന്ന് നമുക്ക് നേരെ പിന്നെ പോകേണ്ടത് നമ്മൾ മുതുമലയിലേക്കാണ്. അവിടെ നിന്ന് വളരെ അടുത്താണ്. മുതുമല എന്ന് പറയുന്നത് ഗൂഡല്ലൂരിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഗൂഡല്ലൂർ എല്ലാം തന്നെ ഒരു കാടിനകപ്പെട്ട ഒരു ചുറ്റപ്പെട്ട ഒരു പരിസര പ്രദേശങ്ങളൊക്കെയാണ്. നമ്മൾ അവിടെ നിന്ന് സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു സ്പോട്ട് അല്ലേ, ഓർമ്മ ഹോട്ടൽ. അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ടാവും ഇതേ കൂടെ ആന പോകുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് പുള്ളി പറയാറുണ്ട്. അതെ, അതായത് അവരുടെ കടന്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ സ്ഥിരമായിട്ട് ആന പോകുന്ന വഴിയാണ്. അവിടെ വെരി റീസെന്റ് ആയിട്ട് തന്നെ ഒരു ആന ഏകദേശം 9 പേരെയോ 11 പേരെ കൊന്ന ഒരു ആനയെ പിടിച്ചിട്ട് മുതുമലൈ ക്യാമ്പിൽ അല്ലെ, എലിഫന്റ് ക്യാമ്പിൽ പിടിച്ചിട്ട സമയമായിരുന്നു നമ്മൾ പോകുന്ന ഒരു റീസെന്റ് ആയിട്ട് നമ്മൾ പോയ സമയത്തായിരുന്നു സംഭവിച്ചത്. അപ്പം അവിടെ മുതൽ പിന്നെ അങ്ങോട്ട് കൊടുങ്കാട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മുതുമലയുടെ ആ ഒരു ബോർഡർ നമ്മൾ കടന്നു കഴിഞ്ഞാൽ, ആ ഒരു എൻട്രി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നേരെ നമ്മുടെ ആ കാടിന്റെ വാതിൽ തുറക്കുകയാണ്.
നല്ല റൂട്ടാണ്. ഇഷ്ടംപോലെ മൃഗങ്ങളെ കാണാൻ സാധിക്കും. മൃഗങ്ങളെ ഇനിയിപ്പോൾ കണ്ടില്ല എന്നുണ്ടെങ്കിലും ആ ഒരു റൂട്ടിലൂടെയുള്ള എക്സ്പീരിയൻസ് അത് അടിപൊളിയാണ്. അതെ, അതായത് കുറച്ചധികം കിലോമീറ്റർ, അതായത് മുതുമലയിൽ നിന്നും മുതുമല തെപ്പക്കാട് നിന്നും ബന്ദിപ്പൂര് ഫോറസ്റ്റിന്റെ ബോർഡർ, അത് കഴിഞ്ഞാൽ പിന്നെ ബന്ദിപ്പൂരിന്റെ അവിടെ നിന്ന് ബന്ദിപ്പൂരിന്റെ കാട് അവസാനിക്കുന്നത് വരെ ഏകദേശം ഒരു 30 കിലോമീറ്റർ 35 കിലോമീറ്റർ റൈഡ് ഫുൾ ഉൾക്കാട്ടിനകത്ത് കൂടെ, അതായത് ആന, കാട്ടുപോത്ത്, മാന്, കരടി, പുലി, ടൈഗർ, അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ കൺഫേം ആയിട്ടും ഉണ്ട് കാണാൻ സാധിക്കുകയും ചെയ്യും. അതെ, അതിൽ നമ്മൾ ഇതുവരെ പോയ സമയത്തൊക്കെ കാട്ടുപോത്തും മാനും ഒക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അതായത് എല്ലാ വീഡിയോയിലും സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, മാനിനെ കണ്ടൊന്നും നമ്മൾ വഴിയിൽ നിർത്തരുത്, കാരണം ഇഷ്ടം പോലെ മാനുകൾ ത്രൂ ഔട്ട് ദ റോഡ് ഉണ്ടാവും എന്നുള്ളത്. അല്ലെ, ഒരു നമ്മളുടെ ഈ പോക്കിൽ ഉൾപ്പെടെ നമുക്ക് ഏകദേശം ഒരു 1000-ലധികം മാനുകളെ നമുക്ക് കാണാൻ സാധിച്ചു സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു റോഡിൽ. ഇനിയിപ്പം അതല്ല, ആ വഴി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഊട്ടിക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ മൈസൂർക്കാണ് പോയത്, പക്ഷെ നിങ്ങൾക്ക് ഊട്ടിക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തെപ്പക്കാട് എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതാണ് ഇപ്പം ചേച്ചി ഹേംചി നേരത്തെ പറഞ്ഞ ആ ഒരു റോഡ്, നമ്മുടെ മസിനഗുഡി വഴി ഊട്ടി. അപ്പം ആ റൂട്ടിലും പോകാം. അതായത് പിന്നെ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ഓപ്ഷനാണ് മോയാർ. അല്ലേ, മോയാർ അധികം ആളുകൾക്ക് കടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ബോർഡ് എഴുതി വെച്ചുകൊണ്ട് നമ്മൾ കടക്കാഞ്ഞത്. പക്ഷെ ഒരുപാട് ആളുകൾ അത് പോയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത തവണ പോകുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നമുക്ക് ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു വഴിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഡിഫറെൻറ്റ് ഫ്രെയിംസ് ആണ്. അതായത് അതിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഓരോ സെക്കൻഡും കിട്ടുന്ന, അതായത് ആദ്യം പോയ ഒരു വണ്ടിക്കാരനെ കിട്ടുന്ന കാഴ്ചയല്ല രണ്ടാമത് വരുന്ന ആൾക്ക് കിട്ടുന്നത്, രണ്ടാമത് വരുന്ന വണ്ടിക്കാരനെ കിട്ടുന്ന കാഴ്ചയല്ല മൂന്നാമത് വരുന്ന ആൾക്ക് കിട്ടുന്നത്. അങ്ങനെ ഓരോ തവണയും. അത് മാത്രമല്ല, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സ്പീഡ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇഷ്ടംപോലെ നമുക്ക് സ്പീഡ് ബ്രേക്കേഴ്സ് ഉണ്ട് റോഡിൽ, എന്നാൽ പോലും ആനിമൽസ് ക്രോസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ മെല്ലെ പോകാൻ പാടുള്ളൂ. അത് മാത്രമല്ല, ആനിമൽസിനെ കണ്ടാൽ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ തവണയും ഓരോ യാത്രികനും ഓരോ സെക്കൻഡും കിട്ടുന്നത് ഡിഫറെൻറ്റ് ഫ്രെയിംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സമയത്തും എന്തും സംഭവിക്കാം എന്ന രീതി മാത്രമേ നമുക്ക് അതിലൂടെ പോകാൻ പറ്റുള്ളൂ. പിന്നെ മൃഗങ്ങളെ കാണുന്ന സമയത്ത് വണ്ടി നിർത്താതെ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വേസ്റ്റ് ഇടരുത്. അതെ, അത് പിന്നെ കോമൺ ആയിട്ട് നമ്മൾ കാട്ടിൽ കയറിയാൽ പാലിക്കേണ്ട കുറേ അധികം നിയമങ്ങളുണ്ട്. പ്ലാസ്റ്റിക് ഇടരുത്, പിന്നെ അതുപോലെ തന്നെ കുറേ കുരങ്ങന്മാർ വഴിയുണ്ടാവും, അവർക്ക് തീറ്റ കൊടുക്കരുത്, ഇറങ്ങാൻ പാടില്ല, വണ്ടി നിർത്താനേ പാടില്ല. അതെ, ഇതൊക്കെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച്. ഓക്കെ, അപ്പം അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് കർണാടകയിലേക്കാണ്, ബന്ദിപ്പൂര് കഴിഞ്ഞാൽ ബന്ദിപ്പൂരിൽ നിന്നും അറൗണ്ട് ഒരു 1.5 മണിക്കൂറിന്റെ യാത്ര അല്ലെ, 1.5 മണിക്കൂറിന്റെ യാത്രയാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് ഉച്ചയ്ക്ക് 1 മണിക്ക് അല്ലേ, ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഏകദേശം 8:30 നമ്മൾ മൈസൂരെത്തി. അതായത് മൈസൂർ എന്ന് പറയുമ്പോൾ 22-നായിരുന്നു നമ്മുടെ ലൈറ്റ് ഷോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത്. 21 രാത്രി ഞങ്ങൾ അവിടെ എത്തുന്നത്. പക്ഷെ എങ്കിൽ പോലും 21-ന് തന്നെ അത്യാവശ്യം പല സ്ഥലങ്ങളിലും സിറ്റി ലൈറ്റ്സ് ഒന്നും ഓൺ ആയിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും കളർഫുൾ ബലൂൺസും കളർഫുൾ കുതിരവണ്ടികൾ അല്ല, പല സ്ഥലങ്ങളിലും ലൈറ്റ് ഒക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. സിറ്റിയിലെ മെയിൻ ലൈറ്റുകളൊന്നും ഓൺ ആയില്ലെങ്കിലും പല സ്ഥലങ്ങളിലും ആ ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിട്ടുള്ള ഒരു കളർഫുൾ ആംബിയൻസ് ആണ് നമ്മളെ അവിടെ എന്താ പറയുക വരവേറ്റത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അന്ന് രാത്രി പിന്നെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്നില്ല, നേരെ ഭക്ഷണം കഴിച്ച് നമ്മുടെ ലൂസിയ ഹോട്ടൽ അല്ലേ, ലൂസിയ ഇന്റർനാഷണൽ ആയിരുന്നു നമ്മൾ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു മലയാളിയുടെ ഹോട്ടൽ തന്നെ ആയത് കാരണം നമുക്കും അവിടുത്തെ സ്റ്റേ കംഫർട്ടബിൾ ആയിരുന്നു. അത്യാവശ്യം നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ ഗൈഡ് ചെയ്തു അവർ. ഒരു മുനീർക്ക എന്ന് അദ്ദേഹത്തിൻ്റെ പേര്, മൂപ്പരുടെ തന്നെ ഹോട്ടലാണ്. കഴിഞ്ഞ 28 വർഷമായിട്ട് മൂപ്പർ അവിടെ ഉണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹോട്ടലിൽ സ്റ്റേ എടുത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിൽ കംഫർട്ടബിൾ ആയിരുന്നു. നമുക്ക് വേണ്ട ഗൈഡൻസും പുള്ളി തന്നു, ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെ അദ്ദേഹം ഹെൽപ്പ് ചെയ്തു. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് നമ്മളെ നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഡേ രാവിലെ ഏകദേശം 5:30-6 മണിക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അതായത് ഈ ലൂസിയ ഹോട്ടലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൂസിയ ഹോട്ടലിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് പൂ മാർക്കറ്റ്. ഏകദേശം നമ്മുടെ പാലസിൽ നിന്നും 700 മീറ്റർ ദൂരമേ ഉള്ളൂ. അതെ, അത്രയും അടുത്ത് തന്നെയായിരുന്നു. ഒരു ടൗണിനകത്തുള്ള ഒരു നല്ല ഒരു സ്റ്റേ ആയിരുന്നു. തൊട്ട് റോഡിൽ ഇറങ്ങിയ ഉടനെ, അതായത് നമ്മൾ രാത്രി പോകുമ്പോൾ കാണുന്നത് 2 സൈഡും ഫുള്ള് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റോഡാണെന്നുണ്ടെങ്കിൽ, പിറ്റേ ദിവസം രാവിലെ നമ്മളെ വരവേൽക്കുന്നത് അല്ലെങ്കിൽ ഉണർന്നോടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് 2 സൈഡും ജമന്തി പൂക്കൾ അല്ലേ, എല്ലാ പൂക്കളും. ജമന്തി മാത്രമല്ല, ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റീസ് പൂക്കൾ ഉള്ള ഒരു പൂ മാർക്കറ്റ്. നമ്മളുടെ പാലക്കാടൊക്കെ ഉള്ള പോലത്തെ ഒരു പൂ മാർക്കറ്റാണ് നമ്മളെ രാവിലെ എണിച്ച് സ്വീകരിച്ചത്. 2 സൈഡിലും അത് എല്ലാ ദിവസവും ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കിയത്. എല്ലാ ദിവസവും ഇതുപോലെയുള്ള പൂക്കൾ അവിടെ ഉണ്ടാവും. അങ്ങനെ ആ ഒരു പൂ മാർക്കറ്റിന്റെ കാഴ്ചയെ കണ്ടിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് നടക്കാനുള്ള ദൂരത്തിലായിരുന്നു നമ്മളുടെ മൈസൂർ പാലസ് ഉണ്ടായിരുന്നത്.
അപ്പോൾ നമ്മൾ നേരെ ആദ്യം തന്നെ മൈസൂർ പാലസിനെ ലക്ഷ്യമാക്കി നടന്നു. മൈസൂർ പാലസ് കണ്ടു. അവിടെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് വെഡിങ് ഫോട്ടോഷൂട്ട് ആയിരുന്നു. ഇഷ്ടം പോലെ ഫോട്ടോഷൂട്ട്, ഏകദേശം ഒരു 5-6 കപ്പിൾസ് നമ്മൾ പോയ സമയത്തുണ്ടായിരുന്നു. വെഡിങ് മാത്രമല്ല മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. മെയിൻ ഫോട്ടോഷൂട്ട് കോർണർ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അവിടെ ഒരു നമ്മുടെ ടിപ്പു സുൽത്താന്റെ ഒരു വലിയൊരു പ്രതിമയുണ്ട്. അപ്പം അതിൻ്റെ സൈഡിലും ചുറ്റുവട്ടത്തൊക്കെ ആയിട്ടാണ് ഇത്രയധികം ആക്ടിവിറ്റി നടക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് മൈസൂർ പാലസിൽ നിന്ന് ജസ്റ്റ് നടക്കാനുള്ള പക്ഷേ ഒരു 200-300 മീറ്ററാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്കുള്ളത്. അതായത് മൈസൂർ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ നേരെ അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് ചെന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൈസൂർ ദസറ സമയത്ത് അതല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും മൈസൂർ നിങ്ങൾ എപ്പോൾ വിസിറ്റ് ചെയ്യണമെങ്കിലും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമായിരുന്നു അതല്ലേ? അതെ, തീർച്ചയായിട്ടും. മൈസൂർ ടൗണിനകത്ത് ഫുൾ കറങ്ങാനായിട്ട് നിങ്ങൾക്ക് ചെലവ് വരുന്നത് വെറും 70 രൂപയാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അതെ, ഒരു ദിവസം മൈസൂർ മുഴുവൻ കറങ്ങാൻ 70 രൂപ മതി. 70 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മതി. അതായത് ഇൻക്ലൂഡിങ് ചാമുണ്ഡി ഹിൽസ് എല്ലാ ഭാഗവും ഏകദേശം വൃന്ദാവൻ എല്ലാം, ഇതെല്ലാം ഇൻക്ലൂഡ് അത്യാവശ്യം 70 രൂപ നമുക്ക് മൈസൂരിൽ കാണേണ്ട എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ വെറും 70 രൂപ ചിലവാക്കിയാൽ മതി. പക്ഷേ ദസറ ടൈം ആയതുകൊണ്ട് സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 തീയതി വരെ മാത്രം 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അത് ഗവൺമെന്റ് തന്നെ ചാർജ് ചെയ്യുന്നതാണ്, അല്ലാതെ അവിടുത്തെ കണ്ടക്ടർമാർ ചെയ്യുന്നതല്ല. അപ്പം ആ ഒരു സിറ്റി ബസ് പാസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ചാമുണ്ഡി ഹില്ലാണെങ്കിലും വൃന്ദാവൻ ഗാർഡൻ ആണെങ്കിലും അങ്ങനെ ഓൾമോസ്റ്റ് മൈസൂരിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് രാവിലെ ഏകദേശം 5:30 മണി മുതൽ വൈകുന്നേരം 10:30 വരെ നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യാം. ഈ ടിക്കറ്റ് മാത്രം കാണിച്ചാൽ മതി. ആ ഒരു ടിക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. തിരിച്ച് ആ ഡെസ്റ്റിനേഷനിൽ തിരിച്ച് വേറെ എങ്ങോട്ടാണോ പോകേണ്ടത് അവിടേക്ക് പോകാം. ഇതൊരു ട്രാവൽ പാസ് ആണ്. ഈ പാസ് വെച്ചിട്ട് ത്രൂ ഔട്ട് ദ ഡേ ഒരു ദിവസം മുഴുവൻ ഏത് ബസ്സിൽ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. മൈസൂരിന്റെ ഏത് ബസ്സിൽ വേണം. അതെ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ എങ്ങോട്ട് പോയത്, പിന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡിന്റെ നേരെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് നമ്മളുടെ പ്രാവിനൊക്കെ തീറ്റ കൊടുക്കുന്നത്. മൈസൂരിൽ പോകുന്ന എല്ലാവരും പക്ഷെ അവർ ഭയങ്കര ദൈവികമായിട്ടാണ് അതിനെ കാണുന്നത് അല്ലെ? ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് ചോളം ആണെന്നുണ്ടെങ്കിലും ചോളം, അതുപോലെ പിന്നെ എന്താ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു, ഗോതമ്പിന്റെ മിക്സ്ചർ കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ കുറെ അധികം സാധനങ്ങൾ. അതായത് നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ഒരു പ്രാവിന്റെ ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലം ഉള്ളത്. അപ്പം അവിടെ ഒരുപാട് മൈസൂരിന്റെ ഫോട്ടോസിൽ എൻട്രി, അതായത് ഒരു കോംപ്ലക്സ് അല്ല, ഒരു കോമ്പൗണ്ട് ആണ്. അത് എന്തൊരു മുനിസിപ്പൽ കോമ്പൗണ്ട് എന്തോ ആണ്. അപ്പോൾ അതിനകത്തേക്ക് എൻട്രി ഫ്രീ ആണ്. ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാം, കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് പോയി നമുക്ക് തീറ്റ കൊടുത്തിട്ട് പുറത്തേക്ക് വരാം. തീറ്റ കൊടുത്ത് കുറച്ച് നേരം ആ പ്രാവുകളുടെയൊക്കെ കൂടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസ് ഒക്കെ എടുക്കാം. അത് മാത്രമല്ല അവിടെ ഒരു ഏട്ടനുണ്ടായിരുന്നു, ഒരു ഫുൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ഏരിയ മുഴുവൻ. ഇത്രയും വേസ്റ്റ് ഇടുന്ന സമയത്ത് പ്രാവുകൾ കഴിച്ചതിന്റെ ബാക്കി അവശിഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ പുള്ളിക്കാരൻ അത് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, അപ്പോൾ അതുപോലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ നിന്ന് ആസ്വദിച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് എവിടേക്കായിരുന്നു? ചാമുണ്ഡി ഹിൽസിലേക്ക്. അതെ, നമ്മൾ ഈ ബസ്സിനെ കുറിച്ചിട്ട് ഇത്രയൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രിഫർ ചെയ്ത ഒരു ഇതെന്ന് വെച്ചാൽ ഓലയായിരുന്നു അല്ലേ? ഓല ഊബർ ആണ് നമ്മൾ കൂടുതലും അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ടൈം റെസ്ട്രിക്ഷൻസ് ഭയങ്കര കുറവായിരുന്നു. കൂടുതൽ സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് വേഗം പോയി വേഗം തിരിച്ചു വരിക എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ഓലയും ഊബറുമാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ പറയേണ്ട വേറൊരു കാര്യം, ഏറ്റവും കൂടുതൽ ആളുകൾ വഞ്ചിക്കപ്പെടുന്നത് ഈ ഒരു ട്രാവലിലാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് പറഞ്ഞു കൊടുക്കൂ. അതായത് ഈ പറഞ്ഞതുപോലെ ഓലയും ഊബറിലാണെങ്കിലും നമുക്ക് 1 കിലോമീറ്ററും 2 കിലോമീറ്ററും യാത്ര ചെയ്യാൻ നമ്മളോട് തന്നെ ചോദിച്ചത് ഈ ഒരു സമയത്ത് 1 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്യാൻ 30 രൂപയും 40 രൂപയാണ് ഓലയും ഊബറും ചാർജ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം നേരിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ കണ്ണും ചുമ പറയുന്നത് 450 രൂപ 500 രൂപ റേഞ്ചാണ്. അപ്പം അത്രയധികം വലിയ രീതിയിലൊരു സ്കാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്നും രക്ഷപ്പെടാൻ തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻസ് ആണ് ഓല ഊബർ. പിന്നെയുള്ള ഒരു സംശയമാണ് ഈ ഓലയും ഊബറും ഒക്കെ നമ്മൾ ഇവിടെ ഇപ്പം നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വരുമായിരിക്കും. വളരെ നിസ്സാരമായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക, ലൊക്കേഷൻ ചൂസ് ചെയ്യുക, ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുക. ഈസി ആയിട്ട് അടുത്തുള്ള ഓട്ടോ നമുക്ക് അതിൽ തന്നെ കാണിക്കും. നമ്മൾ ഈ സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും ഒക്കെ ഫുഡ് ഓർഡർ ചെയ്യുന്നത് പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഭയങ്കര യൂസ്ഫുള്ളും ആണ്. നമുക്ക് അന്ന് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റി ഈ ഓല ഊബറൊക്കെ നമ്മൾ ചൂസ് ചെയ്തത് കാരണം. പിന്നെ ചാമുണ്ഡി ഹിൽസിലേക്ക് നമ്മൾ പോയ ഓട്ടോ നമ്മൾ ആ ഡ്രൈവറോട് തന്നെ വെയിറ്റ് ചെയ്യുമെന്ന് സംസാരിച്ചു. പുള്ളിക്കാരൻ നമ്മളെ വെയിറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറായിരുന്നു. അതെ, അപ്പോൾ ചാമുണ്ഡി ഹിൽസിൽ കാണേണ്ട കാര്യങ്ങളും കൂടെ ഒന്ന് പറയണ്ടേ? അതെ, ചാമുണ്ഡി ഹിൽസ് ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഒരു അമ്പലമല്ലേ, എന്തിനാ അങ്ങോട്ട് കയറുന്നത് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളും ഉണ്ടാവാം. പക്ഷേ അത് അമ്പലം മാത്രമല്ല, അത് മസ്റ്റായിട്ട് മൈസൂർ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് കയറി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ചാമുണ്ഡി ഹിൽ അല്ലേ? അതെ, പോകുന്ന വഴിയാണെന്നുണ്ടെങ്കിലും ഒരു കുത്തനുള്ള കയറ്റം അങ്ങനെയുള്ളതൊന്നും അല്ല, വീതിയുള്ള റോഡാണ്. നമ്മുടെ വണ്ടി തന്നെ പോവാട്ടോ, നമ്മുടെ വണ്ടി എടുക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടില്ല, നമ്മളെ വണ്ടി തന്നെയാണ് പോയത്. പക്ഷേ നമ്മൾ ഈ ദസറ ടൈം ആയതുകൊണ്ട് നല്ല
തിരക്കാണ് എല്ലാവിടെയും. രാവിലെ ഒന്നും തിരക്കുണ്ടാവില്ല, പക്ഷേ വൈകുന്നേരം ആകുമ്പോഴേക്കും ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വണ്ടികൾ നമുക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്ത ഒരു കാര്യം അവിടുത്തെ ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. തീർച്ചയായും ഒരു ഓട്ടോക്കാരൊക്കെ അവർ വണ്ടി ഓടിക്കും, നമ്മളുടെ ഒരു നൂലിഴ വ്യത്യാസത്തിലാണ് അവർ വണ്ടി കൊണ്ട് നിർത്താറും വണ്ടി കൊണ്ട് പോകുന്നതൊക്കെ. അത്രയും ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ വണ്ടി മുട്ടുന്നുള്ളത് ഉറപ്പാണ്. പിന്നെ മുട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത് അവരുടെ ഭാഷ അറിയില്ല, ബാക്കി നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മുടെ ഈ ഓല ഡ്രൈവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ദസറ ടൈം ആയത് കാരണം അവർക്ക് ഓട്ടം കൂടുതലുള്ളത് കാരണം അവർ ആ ഒരു സ്പീഡിൽ ഓടിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതൊരു ടൂറിസ്റ്റ് കേന്ദ്രം ആയതുകൊണ്ട് തന്നെ അവര് എല്ലാ സമയത്തും ഇങ്ങനെയൊക്കെ തന്നെ ഓട്ടോ മാത്രമല്ല, നമുക്ക് അവിടുത്തെ കാറുകളും ബൈക്കുകളും ആണ് എല്ലാവരും ആ ഒരു റാഷ് ഡ്രൈവിംഗ് നമുക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ ചാമുണ്ഡി ഹില്ലിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് നമ്മുടെ ചാമുണ്ടേശ്വരി ടെമ്പിൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്, വാളും പിടിച്ച് നിൽക്കുന്ന ഒരാള്. അതെ അതെ അതെ, മഹിഷാസുരൻ. അതായത് മഹിഷാസുരന്റെ പേരിലാണ് മൈസൂരിൽ നിന്ന് നഗരം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. അത് നമുക്ക് വളരെ അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു, വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. അതായത് മഹിഷാസുരൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗ്രാമമായിരുന്നു മഹിഷൂരു ആണ് പിന്നീട് മൈസൂരു ആയി മാറിയത്. അതിനെ മൈസൂരു എന്നാണ് മഹിഷൂരുവിനെ മൈസൂരു ആക്കി. അതെ, അതിനെ ബ്രിട്ടീഷുകാര് അതിനെ മൈസൂർ എന്ന് വിളിച്ചു തുടങ്ങി അല്ലെ, മൈസൂർ എന്ന് വിളിച്ചു തുടങ്ങി. അതിനുശേഷം 2014 നവംബർ 1 കർണാടക ഗവൺമെന്റ് ആണ് അതിനെ മൈസൂരു എന്ന് പുനർനാമകരണം ചെയ്ത് ഇപ്പോഴുള്ള മൈസൂരു ആയി മാറിയത് അല്ലെ. അതെ, നവംബർ 1 നമ്മുടെ കേരള പിറവി ദിവസം അല്ലെ. അങ്ങനെയാണ് മൈസൂർ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ആ ഒരു മഹിഷാസുരനെ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റും, ഒരു വാളും ഏന്തി നിൽക്കുന്ന മഹിഷാസുരൻ. അതൊരു ഫോട്ടോ പോയിന്റും കൂടിയാണ് അല്ലെ, ആദ്യമായിട്ട് കാണുന്നവർക്ക് അതൊരു ഫോട്ടോ പോയിന്റും കൂടിയാണ്. പിന്നുള്ളത് അമ്പലമാണ്. പിന്നെ നമുക്ക് നേരെ അമ്പലം വിസിറ്റ് ചെയ്യാം. നമ്മൾ പോയ സമയത്ത് തിരക്കായതുകൊണ്ട് നമ്മൾ അകത്ത് കയറിയില്ല, പക്ഷെ സമയമുള്ളവർക്ക് കയറി ആസ്വദിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആസ്വദിക്കാൻ തൊഴാൻ പറ്റും. അത് കഴിഞ്ഞാൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ വ്യൂ പോയിന്റിലേക്ക് പോകാം. 1 കിലോമീറ്റർ ദൂരം തിരിച്ച് താഴോട്ട് ഇറങ്ങുന്ന 1 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിൽ എത്താൻ പറ്റുക. ആ ഒരു വ്യൂ പോയിന്റ് കാണാനാണ് മസ്റ്റ് ആയിട്ട് അവിടെ പോകണമെന്ന് പറയുന്നത് അല്ലെ. പാലസ് കാണുന്ന ഒരു വ്യൂ പോയിന്റ്, അതായത് ആ ഒരു മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മൈസൂരു സിറ്റി മുഴുവനും കാണാൻ പറ്റും. മൈസൂരു സിറ്റി മാത്രമല്ല, കുറച്ച് അങ്ങ് അറ്റം വരെ കർണാടകയുടെ ആ ഒരു ഏരിയ, സൈഡിൽ ഏരിയ, മൈസൂരിന്റെ ആ ഒരു വലിയൊരു ഏരിയ തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആണെങ്കിൽ ആ ഒരു ലൈറ്റും കൂട്ടുള്ള സമയത്താണെങ്കിലും അടിപൊളിയായിരിക്കും. നമ്മൾ പോയത് പകലാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ നല്ലൊരു വ്യൂ ആണ് കിട്ടിയത്. നമുക്ക് നമ്മുടെ ഫോണിൽ നമുക്ക് സൂം ചെയ്ത് നമുക്ക് മൈസൂർ കാണാൻ പറ്റും. പിന്നെ ഒരു പാലസ് ഉണ്ട്, അത് കാണാൻ പറ്റും. അങ്ങനെ കുറച്ചധികം സ്ഥലങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ചേട്ടൻ ഇരുന്ന് കാർവ് ചെയ്യുന്നതൊക്കെ നല്ല രസമായിരുന്നു അല്ലേ. സ്റ്റോണിൽ, അതായത് കല്ലിൽ കാർവ് ചെയ്തെടുക്കുന്നത് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് പുള്ളി ചെയ്യുന്നതെന്ന് തോന്നും. എന്നിട്ട് കല്ലല്ലോ എന്നൊക്കെ ഞങ്ങൾക്ക് സംശയം തോന്നി, നമ്മൾ അതിൽ തൊട്ട് നോക്കുകയൊക്കെ ചെയ്തു. നല്ല വെയിറ്റ് ഉള്ള കല്ലായിരുന്നു അത്. ആമയും അതുപോലെ ഓരോ കല്ലിലും ഓരോ ശില്പങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കഴിവ് പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ആ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി, നേരെ താഴോട്ട് ഇറങ്ങി. അപ്പം നമ്മളെ കൊണ്ടുപോയി ഓട്ടോക്കാരൻ തന്നെ താഴോട്ട് കൊണ്ടുവന്നു. വരുന്ന വഴിയിൽ 2 എന്താ പറയുക ടൂറിസം കേന്ദ്രങ്ങളുണ്ടായിരുന്നു. ഒരു 2 മ്യൂസിയം, സാൻഡ് മ്യൂസിയം ഉണ്ട്, സീഷൽ മ്യൂസിയം ഉണ്ട്. ഇത് രണ്ടും താല്പര്യമുള്ളവർക്ക് കയറി കാണാം. നമ്മൾ രണ്ടും സ്കിപ്പ് ചെയ്തു കാരണം നമുക്ക് അധികം സമയത്തോടെ നമ്മൾ നേരെ വന്നത്. ഇനി നമ്മൾ ആക്ച്വലി നമ്മൾ പോയത് ഇതൊക്കെ കാണാനാണെങ്കിൽ പോലും നമ്മളുടെ മെയിൻ ഉദ്ദേശം ഫുഡ് തന്നെയാണല്ലോ. അപ്പം നമ്മൾ കൂടുതൽ ഫുഡ് വീഡിയോ ഒക്കെ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് തന്നെ ഫുഡിലായിരുന്നു നമ്മുടെ കോൺസെൻട്രേഷൻ കൂടുതൽ. അപ്പം നമ്മൾ നേരെ താഴോട്ട് വന്നിട്ട് എവിടെ പോയത്? നസർബാദ് പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള വിനായക ഹോട്ടലിലേക്ക്. എന്ത് കഴിക്കാനാന്നല്ലേ? മൈലാരി ദോശ കഴിക്കാൻ. അതെ അല്ലേ, അതായത് മൈസൂരിന്റെ ഒത്തന്റിക് ഫുഡ് മൈലാരി ദോശ. നമ്മുടെ പാലക്കാടിന്റെ രാമശ്ശേരി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മൈസൂർ പോയി കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഉഗ്രൻ ദോശ മൈലാരി ദോശ. 1938 സ്റ്റാർട്ട് ചെയ്ത ഹോട്ടലാണ്. അപ്പം ആ ഒരു ദോശയുടെ മാവ് ശരിക്കും നമുക്ക് ആപ്പത്തിന്റെ മാവ് പോലെ ഫീൽ ചെയ്തു അല്ലേ. ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാകും ഒരു ദോശയ്ക്ക്. അതിനകത്തൊരു സ്പെഷ്യൽ മസാലയൊക്കെ വെച്ച് ദോശയുടെ മുകളിൽ നമ്മളെ ചെറിയ നെയ്യല്ലേ, അല്ല വെണ്ണയൊക്കെ ടച്ച് ചെയ്ത് ഇങ്ങനെ തരും. അത് കാണാൻ പ്രസന്റേഷൻ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. അവരുടെ ലാംഗ്വേജും അങ്ങനെ തന്നെയാണ് അല്ലേ. അതായത് കന്നഡത്തിലും പറയുന്നത് ബെണ്ണദോശ തന്നെയാണ്. വെണ്ണദോശ. അതെ, വെണ്ണദോശ എന്നാ പറയുക. അതായത് നമുക്ക് പ്രസന്റേഷനും കാണാനുള്ള ഭംഗിയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. 60 രൂപ അല്ലേ, ആ ഒരു ദോശയ്ക്ക് 60 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷെ അത് വർത്ത് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അതായത് 60 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു അത്. അപ്പം എന്തായാലും പക്ഷേ ഇഡ്ഡലി ഉണ്ട്, നമ്മൾ ഇഡ്ഡലി പ്രിഫർ ചെയ്യുന്നില്ല കഴിക്കാനായിട്ട്. കാരണം നമ്മളിപ്പോൾ എന്താ പറയുക, പാമ്പിനെ തിന്നുന്ന നാട്ടിൽ പോയി കഴിഞ്ഞാൽ നടുക്കഷ്ണം തിന്നു നമ്മൾ പറയാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഇഡ്ഡലി ഒന്ന് ടേസ്റ്റ് ചെയ്തതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണ്. അപ്പം അവിടുത്തെ ഒത്തൻറ്റിക് ടേസ്റ്റുകൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ദോശ നമ്മൾ എന്തായാലും പോകുന്നവർ ട്രൈ ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല,
എങ്കിലും ട്രൈ ചെയ്യാം അല്ലേ. പക്ഷെ അല്ല, മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും തന്നെയാണ്. ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു മസാലയുടെ കുത്തലൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ഒരു സ്പെഷ്യൽ മസാലയായിരുന്നു, നമ്മുടെ നാട്ടിലെ മസാല പോലെ ഒന്നുമല്ല. അല്ല, മഞ്ഞ കളർ ആ ഒരു ഭൂരി മസാലയുടെ മസാല അല്ല, ഒരു ഗ്രീൻ കളർ. അതെ, ഗ്രീൻ കളറിൽ ഗ്രീൻ പീസ് ഒക്കെ ഉള്ള, ഗ്രീൻ പീസും ക്യാരറ്റും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു മസാലയായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് മെയിനായിട്ട് മൈസൂരിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫി. അതായത് മസ്റ്റായിട്ട് അവിടെ പോയ അഡിക്ഷൻ കൂടുന്നേ ഉള്ളൂ. അടിപൊളി കോഫിയാണ്. അപ്പോൾ കോഫി ലവേഴ്സ് മസ്റ്റായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു ദിവസം 3, 4, 5 ഒക്കെ കോഫി കുടിക്കും. ഇനി ചായ ഇഷ്ടമുള്ളവരുടെ കാര്യം പറഞ്ഞു കൊടുക്ക്. അതായത് നമുക്ക് ചായ ഇഷ്ടമായിരുന്നു, ശരിയാണ്, നമ്മളൊരു ചായ ലവറാണ്. പക്ഷേ എന്താ പറയുക, നമ്മളവിടെ പോയി ചായ ഒഴിവാക്കി കോഫി കുടിച്ചു. ആദ്യം ഒരു കോഫി കുടിച്ചു, രണ്ടാമതൊരു കോഫി കുടിച്ചു, പിന്നെ 3ാമതായി, 4ാമതായി, 5ാമതായി, അങ്ങനെ നമ്മൾ ഒരു ദിവസത്തിൽ 4, 5, 6 കോഫി വരെ കുടിക്കാൻ തുടങ്ങി. അപ്പം ഈ ഒരു വിനായക ഹോട്ടലിലും നമ്മൾ ട്രൈ ചെയ്തത് എന്താ പറയുക, ആ ഒരു ദോശയ്ക്ക് ശേഷം നമ്മൾ മൈലാരി ദോശയ്ക്ക് ശേഷം നമ്മൾ ട്രൈ ചെയ്തത് കോഫി തന്നെയായിരുന്നു. അപ്പോൾ ഭയങ്കര കോഫി ലവറാകും അവിടെ പോയി കഴിഞ്ഞാൽ. ഇപ്പോഴും നമുക്ക് ആ ഒരു ടേസ്റ്റ് പക്ഷെ നമ്മുടെ നാവിൽ നിന്ന് പോയിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മുടെ പാലക്കാട് ഒരു സ്ഥലത്തും അതുപോലത്തെ ഒരു കോഫി ഇതുവരെ കിട്ടിയിട്ടുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ. അത് മാത്രമല്ല, അവിടെ പോയിട്ട് റേഷ്യോ ഒക്കെ ചോദിച്ച് പഠിച്ചിട്ടാണ് വരുന്നുണ്ടായിരുന്നു അല്ലേ. അതെ 80-20, 70-30 അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതിൽ അവിടെ അവർ കൊടുക്കുന്നത് 80-20 എന്ന് പറഞ്ഞിട്ട് 80% കോഫിയും ബാക്കി 20% ചിക്കോരി. അതെ, അപ്പം അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് അവർ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ദോശയും കഴിച്ചിട്ട് പിന്നെ നമ്മൾ എവിടേക്ക് പോയേ? പിന്നെ അത് കഴിഞ്ഞ് നേരെ പോയത് ഫ്ലവർ ഷോ കാണാനാണ്. യെസ്, ഫ്ലവർ ഷോ. അതായത് 60 രൂപ ടിക്കറ്റ്. 50 രൂപ. 50 രൂപ ടിക്കറ്റിൽ ഒരു പൂക്കളുടെ ഒരു വസന്തം തന്നെ അവർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണല്ലോ. നമ്മുടെ നാട്ടിലുള്ള പോലത്തെ വെറുതെ എന്താ പറയുക, ചെറിയ ഉഡായിപ്പ് ഇതൊന്നും അല്ല, ഉഡായിപ്പ് സംഭവങ്ങളൊന്നും അല്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അതായത് പാലസും അതുപോലെ തന്നെ ജംബോ സവാരിയിലെ ആനയും അങ്ങനത്തെ വലിയ സാധനങ്ങളായിരുന്നു അവിടെ പൂക്കളും കൊണ്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതെ, റോസ് പൂക്കൾ കൊണ്ട് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും ഫോട്ടോ എടുത്ത് നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറോളം ചിലവഴിക്കാനുള്ളത് അവിടെ ഉണ്ട്. ആ ഒരു കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണ്, ട്രിപ്പിൾ വർത്താണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ 100 രൂപയും 120 രൂപയൊക്കെ ഫ്ലവർ ഷോ വരുന്ന സമയത്ത് ചാർജ് ചെയ്യുക. അതിൽ കുറേ പൂക്കൾ ഇങ്ങനെ വെറുതെ നിരത്തി വെച്ചിട്ടുണ്ടാകും, നമ്മൾ പോയി കണ്ടിട്ട് വരിക എന്നുള്ള സ്കീമാണ്. ഇവിടെ അങ്ങനൊന്നും അല്ല, ഇവിടെ പൂക്കളം കൊണ്ട് ആറാട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഓരോരോ ശില്പങ്ങളൊക്കെ കാണുമ്പോൾ പൂക്കളം കൊണ്ടായ ശില്പങ്ങളൊക്കെ ദേവി വരണ്ടായിരുന്നു അല്ലേ, ദൈവത്തിൻ്റെ ഫോട്ടോ വരണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഇതുണ്ടായിരുന്നല്ലോ, മിലിറ്ററിക്കാരുണ്ടായിരുന്നു. അതായത് ഓപ്പറേഷൻ സിന്ദൂറിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള എല്ലാം 3 ആൾക്കാരുണ്ടായിരുന്നു. 3 ആൾക്കാരുണ്ടായിരുന്നു. ഒരു നന്ദി ഉണ്ടായിരുന്നു, ആന ഉണ്ടായിരുന്നു. അതെ, അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ കളർഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഷോ. അങ്ങനെ അപ്പോൾ കൊടുക്കുന്ന കാശിന് വർത്താണ്. അതെ, ഫ്ലവർ ഷോ കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങി. അവിടെ നമുക്ക് പൂക്കൾ പറിക്കരുത് എന്നുള്ള ബോർഡുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ആരും അങ്ങനെ ചെയ്യില്ല. അതെ, അവിടെ ആരും അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുള്ള വേറൊരു കാര്യം ഉണ്ടായിരുന്നു, അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. എന്തായിരുന്നു പറയൂ? ബിവെയർ ഓഫ് തീവ്സ്. എല്ലാവിടെയും നമ്മൾ പോയ സ്ഥലങ്ങളിൽ എല്ലാവിടെയും അവർ സൂലൊക്കെ 3ഉം 4ഉം ബോർഡായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു, ബിവെയർ ഓഫ് തീവ്സ് എന്നുള്ളത്. അവർ തന്നെ എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്, നിങ്ങളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് സൂക്ഷിക്കുക, ഇൻക്ലൂഡിങ് മൊബൈൽ, പേഴ്സ്, ഓർണമെന്റ്സ് എല്ലാം നമ്മൾ തന്നെ സൂക്ഷിക്കാന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അത്രയധികം കള്ളന്മാർ ശല്യം ഉണ്ടെന്ന് അവർ തന്നെ അംഗീകരിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അത്രേ പറയാനുള്ളൂ. കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ എങ്ങോട്ടാ പോയേ? അതായത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സൂ ആണ് മൈസൂർ സൂ അല്ലേ. ഒരു പഴക്കമുള്ള ഒരുപാട് മൃഗങ്ങളുള്ള ഒരു ഓൾഡസ്റ്റ് സൂ, അതാണ് മൈസൂർ സൂ. നമുക്ക് ഒരുപാട് മൃഗങ്ങൾ, ജിറാഫ്, ലയൺ, ടൈഗർ, ലെപ്പേർഡ്, അങ്ങനെ കുറേ മൃഗങ്ങളെ കാണാൻ സാധിച്ചു. കരടി, ആന, പുലി, സിംഹം, അങ്ങനെ ഇഷ്ടം പോലെ. നമ്മളുടെ ലിയോ സിനിമയ്ക്കകത്ത് വരുന്ന എന്താ അതിന്റെ പേര്, ഹൈന വരെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിച്ചു. പുലിയൊക്കെ നല്ല പുലിയായിരുന്നു, പക്ഷെ സിംഹം കുറച്ച് ശോഷിച്ച സിംഹമായി പോയി, അങ്ങനെ തോന്നിയായിരുന്നു. അതെ, ബാക്കിയൊക്കെ നല്ല അടിപൊളി സാധനങ്ങളായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ മൃഗങ്ങളും, അതായത് കാട്ടിൽ കാണുന്ന എല്ലാ മൃഗങ്ങളുടെയും ഒരു വലിയൊരു ശേഖരണം എന്ന് വേണമെങ്കിൽ പറയാം. മൃഗങ്ങൾ മാത്രമല്ല, പക്ഷികളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ റെപ്റ്റൈൽസ്, ക്രോക്കഡൈൽ ഉണ്ടായിരുന്നു, അതുപോലെ പാമ്പുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു. ഒരുപാട് എല്ലാ മൃഗങ്ങളും ചേർന്ന്. പാമ്പുകൾ ഉണ്ടായിരുന്നോ? നമ്മൾ ആ പാമ്പുകളുടെ സെക്ഷൻ സ്കിപ്പ് ചെയ്തിട്ടാണ് നടന്നു പോയത്, നമ്മുടെ സ്നേക്ക് പാർക്കിൽ കാണാത്ത പാമ്പുകളല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഫൈൻ. അപ്പം അങ്ങനെ ഒരുപാട് എല്ലാ മൃഗങ്ങളും ഉള്ള ഒരു സൂ ആണ്, മസ്റ്റ് വിസിറ്റ് ആണ്. അത് ഒരിക്കലും മിസ് ചെയ്യരുത് അല്ലേ. അതെ, ശരിക്കും.
അപ്പോൾ എന്തായാലും സൂ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യുക. അങ്ങോട്ട് മൈസൂർ പോകുമ്പോൾ എന്നല്ല, സൂ വിസിറ്റ് ചെയ്യാനായിട്ട് പോയാലും നഷ്ടമൊന്നും വരില്ല. കാരണം അത്രയധികം കാണാനുള്ള കാഴ്ചകൾ അവിടെ ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ മൃഗങ്ങളും ചേർന്നൊരു വലിയൊരു കാട് എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 3 കിലോമീറ്ററാണ് അതിനകത്ത് നടക്കാനുള്ളത്. ചെറിയ കിലോമീറ്റർ ഒന്നുമല്ല, 1-2 കിലോമീറ്റർ ഒന്നുമല്ല, 3 കിലോമീറ്റർ മുഴുവൻ നടന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത്ര നടന്ന് ക്ഷീണിക്കും, കാരണം അത്രയും നടക്കാനുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായും വിസിറ്റ് ചെയ്യുക. അതും 120 റുപ്പീസാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. ചെറിയൊരു പൈസയേ ഉള്ളൂ, വലിയ പൈസയൊന്നുമില്ല. നമ്മുടെ തൃശ്ശൂർ സൂര്യ വരെ തന്നെ അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ എത്രയാണ്, 10, 20, 30 ഓർമ്മയില്ല ഉണ്ട്. പക്ഷേ എങ്കിലും അത്രയും മൃഗങ്ങളൊന്നും ഇല്ല, ചുമ്മാ റൗണ്ട് മാത്രമാണ് തൃശ്ശൂർ സൂ ഉള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ, 3 കിലോമീറ്റർ നടന്ന് കാണാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഹിപ്പോപ്പൊട്ടാമസ് അല്ലേ? അതെ, അങ്ങനെ ഒരുപാട് മാത്രമല്ല ഗൊറില്ല, എല്ലാം ഓൾമോസ്റ്റ് എല്ലാ മൃഗങ്ങളും അവൈലബിൾ ആണ് അവിടെ. അപ്പോൾ ചിമ്പാൻസി, നടക്കാൻ വയ്യാത്തവർക്ക് അവരുടെ ഒരു കാർ ഓപ്ഷൻ ഉണ്ട്, ടോയ് കാർ ഉണ്ട്, അതിനകത്തേക്ക് പോവാം. പിന്നെ എന്താ പറയുക, അപ്പം അങ്ങനെ നമ്മൾ സൂവിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി തൊട്ടടുത്ത് തന്നെ ഒരു അക്വേറിയം ഉണ്ട് അല്ലേ? അതെ, ഒരു അണ്ടർ വാട്ടർ അക്വേറിയം ഉണ്ട്. അണ്ടർ വാട്ടർ അക്വേറിയം നമ്മൾ സ്കിപ്പ് ചെയ്തു ആക്ച്വലി. പക്ഷേ അത് വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം അല്ലേ? ഒരു തവണ വിസിറ്റ് ചെയ്യാനുള്ളത് ഉണ്ട്. പക്ഷെ നമ്മൾ പോയത് ദസറ ടൈം ആയതുകൊണ്ടും കൂടുതൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് കൊണ്ടും നമ്മളത് സ്കിപ്പ് ചെയ്തു. തീർച്ചയായും. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ലഞ്ച് കഴിക്കാനാണ്. അപ്പം ലഞ്ചിന് നമ്മൾ ചൂസ് ചെയ്തത്, അറിയാമല്ലോ നമ്മൾ ഫുഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ നമ്മൾ 2 സ്പോട്ട് റെക്കമെൻഡ് ചെയ്യാം. നമ്മൾ 2 ദിവസം അവിടെ നിന്നുകൊണ്ട് 2 സ്ഥലങ്ങൾ നമ്മൾ ട്രൈ ചെയ്തിരുന്നു. അതിൽ 2 ഞാൻ പറയാം, നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ്, ഏതാണോ താല്പര്യം അവിടെ പോകാം അല്ലേ? അത് ഒന്ന് ട്രിപ്പിൾ ആർ ഹോട്ടൽ നമ്മുടെ താമസിച്ച ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെയാണ്. അതായത് എക്സാക്റ്റ് പറയുകയാണെങ്കിൽ നമ്മളുടെ പാലസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു 400 മീറ്റർ, കാരണം അവിടെ നിന്ന് ഒരു 200-300 മീറ്റർ നമ്മുടെ താമസിച്ച ഹോട്ടലിലേക്കുള്ളത്. അപ്പോൾ ടോട്ടൽ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ട്രിപ്പിൾ ആർ ഹോട്ടൽ ലൊക്കേഷനിൽ കൊടുത്തതിന് നമുക്ക് കിട്ടും. ഒരു ആന്ധ്ര ക്യൂസിൻ. അതെ, ആന്ധ്ര ക്യൂസിൻ ആണ് അവിടെ ഏറ്റവും ഫേമസ്. എന്താ പറയുക, മട്ടൻ ബിരിയാണി ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ കഴിച്ചപ്പോൾ നമുക്ക് മീൽസ് ആയിരുന്നു കുറച്ചുകൂടെ ഇഷ്ടമായി തോന്നിയത്. കാരണം ആ ഒരു പൊടിയും, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നെയ്യും, പിന്നെ അതിൻ്റെ മുകളിൽ പരിപ്പും, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു നല്ല അടിപൊളി വെജിറ്റേറിയൻ ഒരു മീൽസ് ആയിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. ഇനി അതല്ലെങ്കിലാണ് നമ്മൾ അടുത്തൊരു കിഡിലൻ ഓപ്ഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അല്ലേ? അതായത് 1930 സ്റ്റാർട്ട് ചെയ്തൊരു ഹോട്ടൽ. 1930 സ്റ്റാർട്ട് ചെയ്ത ഹോട്ടലിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ അവിടെ മട്ടൻ്റെ പുലാവ് വെച്ച് വിളമ്പി. അതെ, മട്ടൻ്റെ പുലാവ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഡിഷായിട്ട് അദ്ദേഹം നാട്ടുകാർക്ക് കൊടുത്തു തുടങ്ങി, സെയിൽ ചെയ്തു. പക്ഷെ അതിന് അദ്ദേഹം ഒരു പേരൊന്നും വെച്ചിരുന്നില്ല, ആ കടയ്ക്കും പേരുണ്ടായിരുന്നില്ല. അപ്പം നാട്ടുകാർ ആ ഒരു ഐറ്റത്തിനെയും ആ ഒരു കടയെയും ഹനുമന്തു എന്ന് വിളിച്ചു അല്ലേ? അവർക്ക് തിരിച്ചറിയാനും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വേറെ ആളോട് പറയാനുമായിട്ട് നാട്ടുകാരിട്ട പേരാണ് ഹനുമന്തു. അതായത് അദ്ദേഹത്തിൻ്റെ പേരാണ്, അത് ഉണ്ടാക്കിയ ആളുടെ പേരായിരുന്നു ഹനുമന്ത്. ആ പേരിലാണ് അവരതിനെ വിളിച്ചു തുടങ്ങിയത്. പിന്നെ അതൊരു ബ്രാൻഡായി മാറി. ചെറിയ ബ്രാൻഡൊന്നും കേട്ടോ, കണ്ണ് ചിമ്മി തുറക്കുന്ന ആ ഒരു സമയത്തിനകത്ത് ഇതൊരു വലിയ ബ്രാൻഡായി. ഇപ്പം അറൗണ്ട് ഒരു 100 വർഷത്തിനടുത്ത്, 96 വർഷമായി, 95 വർഷം, 95 വർഷമായി. 95 വർഷം കൊണ്ട് ഒരു വലിയ ബ്രാൻഡായി മാറി ഹനുമന്തു മട്ടൻ പുലാവ്. അത് എന്താ പറയുക, മൈസൂർ പോകുന്ന ഒരു മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടായിട്ട് മാറി. സെർവ് ചെയ്യുന്ന രീതിയും സ്പെഷ്യലാണ്. അതെ. ആ ഒരു ഇല കുറേ തുന്നി ചേർത്ത്, ചെറിയ ഇലകൾ ഉണ്ടാവും, അതിനെ കംപ്ലീറ്റ് തുന്നി ചേർത്ത് വലിയൊരു ഇലയാക്കി അതിൻ്റെ മുകളിലാണ് ഈ സാധനം സെർവ് ചെയ്യുന്നത്. അതായത് 1930 എങ്ങനെയാണോ സെർവ് ചെയ്തത് അതേ രീതി തന്നെയാണ്, അതേ സ്റ്റൈലിൽ തന്നെയാണ് ഇപ്പോഴും അവിടെ ആ സാധനങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അത് കഴിക്കാൻ വരുന്ന ആളുകളും അത് ഇഷ്ടപ്പെട്ട് വരുന്ന ആളാണ്. കാരണം അത്രയധികം ഒരുപാട് സെലിബ്രിറ്റീസ് ഒരുപാട് പേര് രാവിലെ 7 മണിക്ക് ഹോട്ടൽ തുറക്കുമ്പോൾ മുതൽ അവിടെ തിരക്കാണ്. 7 മണിക്ക് ആദ്യമാവുന്ന ഭക്ഷണം മട്ടൻ പുലാവാണ്. അത് വലിയ ചെമ്പിനകത്ത് രാവിലെ 7 മണിക്ക് അതിന് സാധനം റെഡിയാവും. വേറെ ഐറ്റംസ് ഒന്നും മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നില്ല. 7 മണിക്ക് ഈ ഐറ്റം റെഡിയാവും. 7 മണിക്ക് തന്നെ ഫസ്റ്റ് ആൾക്കാർ കഴിക്കാൻ വരുന്നത് ഈ ഒരു ഐറ്റമാണ്. രാവിലെ 7 മണിക്കാണ് ഞാൻ പറയണത്. അതെ, നോൺ വെജ് ഐറ്റംസ് മാത്രമുള്ള ഒരു ഹോട്ടൽ. മട്ടൻ പുലാവ്, ചിക്കൻ പുലാവ്, പിന്നെ മട്ടൻ ചാപ്സ് ഭയങ്കര ടേസ്റ്റിയാണ്. മട്ടൻ ചാപ്സ് ഒക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ആ എല്ലിൽ നിന്നും ആ മട്ടൻ ഇങ്ങനെ ഊർന്ന് വരുന്ന ആ ഒരു അത്രയധികം സോഫ്റ്റ് ആയിട്ടുള്ളൊരു മട്ടനൊക്കെ ആയിരുന്നു. അപ്പം ഹനുമന്ത് ഹോട്ടൽ ആക്ച്വലി ഒരെണ്ണം അല്ല മൈസൂരുള്ളത്. ഇപ്പം നമുക്ക് ദോശയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഹോട്ടലേ ഉള്ളൂ എന്ന് പറയാം, വിനായക ദോശ എന്ന് പറയുമ്പോൾ ഒരെണ്ണേ ഉള്ളൂ. പക്ഷേ ഹനുമന്തു അങ്ങനെയല്ല. ഹനുമന്തു അദ്ദേഹം 1930 തുടങ്ങി, അദ്ദേഹത്തിൻ്റെ മക്കൾ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന് 12 മക്കളല്ലേ? അദ്ദേഹത്തിന് 12 മക്കളായിരുന്നു. അത് കഴിഞ്ഞ് അവരുടെ മക്കളായി, അങ്ങനെ അവരുടെയും മക്കളായി. ഇപ്പം നടത്തുന്നത് 4ാമത്തെ ജനറേഷനൊക്കെയാണ് നടത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഹോട്ടൽ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി വെക്കുന്ന അദ്ദേഹത്തിന്റെ മകൻ നോക്കുന്ന ഹോട്ടൽ. അതെ, അങ്ങനെയാണ്. ഇപ്പോൾ അറൗണ്ട് ഒരു 8 ഹോട്ടൽ മൈസൂരിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്.
എല്ലാവരും കൊടുക്കുന്നത് ഒരേ ടേസ്റ്റ് തന്നെയാണെന്ന് അവർ അവകാശപ്പെടുന്നത്. അവിടെയും ഉള്ളത് ഈ ഹനുമന്തു അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ പോയ സമയത്ത് നമുക്ക് നമ്മുടെ NMR ബിരിയാണി ഓർമ്മ വന്നു അല്ലേ? അതെ അതായത് പഴയ ഒരു NMR ബിരിയാണി, ഓൾഡ് NMR ബിരിയാണിയും അത് കൂടാതെ ഒരുപാട് NMR വിങ്സും ഉള്ളത് പോലെ തന്നെ ഒരു പഴയ ഹനുമന്തു ഹോട്ടലുണ്ട്. അവരുടെ ഒറിജിൻ ഒരു ഹോട്ടലാണ്. അദ്ദേഹത്തിന്റെ മക്കളെല്ലാം ചെയ്തിട്ടുള്ള ഒരുപാട് ഹോട്ടൽ. ഇപ്പം ഏകദേശം 8 ഹോട്ടൽ അവിടെ ഉണ്ട്. അതിനനുസരിച്ച് കച്ചവടമുണ്ട് അവർക്ക്. അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക, ആ ഒരു സ്ഥലത്തെ പോപ്പുലറായി. ആ ഒരു പൈസയ്ക്ക് അത് വർത്ത് ആയിട്ട് തോന്നിയില്ല. തീർച്ചയായും അത് 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി അതിനകത്ത് കൊടുക്കണ്ടായിരുന്നു. സോ വർത്താണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. പോകുന്നവർ എന്തായാലും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം അതും കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഹനുമന്തു എന്താ പറയുക, ഹനുമന്തു മട്ടൻ പുലാവ്, അതല്ലെങ്കിൽ 600 മീൽസ്, വെജ് മീൽസ് കഴിക്കുക. ഇത് രണ്ടെണ്ണത്തിൽ ഏത് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാം. RRRലും നോൺ വെജ് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അതെ, മീൽസ് നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാം. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നേരെ ഇതല്ലാത്ത കേരള ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് മുനീർക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ കേരള സൂവിന് തൊട്ടടുത്ത് തന്നെ ഒരു കൈരളി ഹോട്ടലുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, പ്രശ്നമല്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോയത്? പിന്നെ നേരെ പാലസ്, അതായത് ഇനി നേരെ മൈസൂർ പാലസിലേക്കാണ് നമ്മൾ പോയത്. മൈസൂർ പാലസിലേക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൈസൂർ പാലസിലെ വൈകുന്നേരമാണ് ജംബോ സവാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പാലസിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. പാലസിനകത്ത് മുഴുവൻ കയറി കണ്ടു കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഈ ഒരു സമയമായപ്പോഴത്തേന് 3 മണി ആയില്ലേ, ഏകദേശം 3-3:30 ആയി. പിന്നെ നമുക്ക് പാലസിൽ കയറി കഴിഞ്ഞ് പാലസിനകം മുഴുവൻ എക്സ്പ്ലോർ ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. ഒരുപാട് ആളുകൾ ഒരുമിച്ച് നടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്നാൽ പോലും അത്യാവശ്യം വേണ്ട കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് എടുക്കാനും പറ്റി. അതെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങിയപ്പോൾ ഈ മൈസൂരിൻ്റെ ദസറ ടൈമിൽ നടക്കുന്ന മെയിൻ പ്രോഗ്രാംസ് 2 സ്ഥലങ്ങളിലാണ്. ഒന്നൊരു ഗ്രൗണ്ടിലാണ്, ഗ്രൗണ്ടിൻ്റെ പേര് എനിക്ക് നേരെ ഓർമ്മയില്ല. രണ്ടാമത് ബന്നിമണ്ഡപമാണ്. ബന്നിമണ്ഡപിലാണ് നടക്കുന്നത്. അതല്ലാതെ രണ്ടാമത് നടക്കുന്നത് മൈസൂർ പാലസിനകത്ത് തന്നെയാണ് സ്റ്റേജ് വെച്ചിട്ട് അതിനകത്ത് തന്നെയാണ് ഇത്രയധികം പ്രോഗ്രാംസ് നടക്കുന്നത്. സോ നമ്മൾ ആ സമയത്ത് എന്താണോ പ്രോഗ്രാംസ് നമുക്കത് കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്നായിരിക്കും ജംബോ സവാരി സ്റ്റാർട്ട് ചെയ്യണത്. ട്രയൽ റൺ കേട്ടോ, ഡെയിലി സവാരി ഉണ്ടാവും. നമ്മൾ ആ ഒരു സമയത്ത് അവിടെ എത്തിപ്പെട്ടത് ഭയങ്കര വേർത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. പൂജയൊക്കെ നേരിട്ട് കാണാൻ പറ്റി. അതായത് ജംബോ സവാരി ഓരോ ദിവസവും ട്രയലിന് ഇറങ്ങുന്ന സമയത്ത് അതിനെ പൂജ കഴിച്ച് അത്രയും ഒരുപാട് ആനകളുണ്ടാവും. 7-8 ആനകളുണ്ടാവും. ഇവരൊക്കെ പൂജ കഴിച്ച് എന്നിട്ടാണ് ഇവരെ ഇതിനകത്ത് നിന്ന് ഇറക്കി വിടുന്നത്. ഇവർ ദസറ ദിവസം ദേവിയെയും കൊണ്ടാണ് ഒരു ആന പോകുന്നത്. അതിൻ്റെ പുറകെ കുറേ ആനകളുണ്ടാവും. അതിന് ട്രയലായിട്ടുള്ള ഒരു റൺ എന്ന രീതിയിൽ എല്ലാ ദിവസവും സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ എല്ലാ ദിവസവും നടത്താറുണ്ട്. അതായത് ഒക്ടോബർ 2-ാം തീയതി അവരെന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഫുൾ പ്രാക്ടീസ് ട്രയൽ എല്ലാ ദിവസവും സെപ്റ്റംബർ 20 മുതൽ നടത്തുന്ന നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ പോകുന്നതിന് തലേദിവസം പോലെ ഉണ്ടായിരുന്നു. 20 അല്ല, 10-18 മുതൽ ഉണ്ടാവും. ഒരു 10-20 ദിവസത്തേക്ക് ട്രയൽ റൺ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. അതായത് ആനകൾക്ക് ആ ഒരു ആളുകളുടെ ഇടയിൽ കൂടെ പോകാനുള്ള ഒരു പരിചയവും എല്ലാം വരാൻ വേണ്ടിയിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതെ, അപ്പം അതിനകത്ത് നമ്മൾ പാലസിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഒരു ആനകളുടെ പൂജയും ആനകൾ പുറത്തിറങ്ങുന്നതൊക്കെ കാണാം. അത് കഴിഞ്ഞ് ആനകൾ പുറത്തിറങ്ങി പോകുമ്പോൾ ആനകളുടെ കൂടെ പോവാതെ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോഗ്രാംസ് ആസ്വദിക്കാമെന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പാലസിൻ്റെ ലൈറ്റിനിങ്, അതായത് പാലസിലെ ലൈറ്റ് 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് ആ ലൈറ്റിങ് ഓൺ ചെയ്യും. അതൊരു ഒരു വൈബ് തന്നെയായിരുന്നു. അല്ല കിട്ടിലൻ വൈബിൽ ആ ഒരു കംപ്ലീറ്റ് ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്ത്, അപ്പോൾ ആ ലൈറ്റിനിങ് ആ ഒരു സമയത്ത് ഓൺ ആവുന്ന ലൈറ്റ് കാണാൻ ഒരു രക്ഷയില്ല. അത് മസ്റ്റായിട്ട് കാണണം. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ ഇറങ്ങാം. അത് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം അല്ലേ. നമ്മുടെ ഭാഗ്യത്തിന് നമ്മൾ ഇനോഗ്രേഷൻ ഡേ തന്നെ എത്തി. ഫസ്റ്റ് ഡേ തന്നെ എത്താൻ പറ്റി. CM ശരിക്കും അവർ CMനെ ഇൻവൈറ്റ് ചെയ്ത് ലൈറ്റ്നിങ് സെറമണി എന്നൊക്കെ പറഞ്ഞിട്ട് ലാമ്പ് ലൈറ്റ്നിങ് സെറമണി എന്നാണ്. പക്ഷെ പുള്ളിക്കാരൻ വന്ന് ഒരു സ്വിച്ച് ഇട്ടു അല്ലേ, കംപ്ലീറ്റ് ലൈറ്റ്. മൈസൂർ മുഴുവൻ ഓണായി. ഉറങ്ങിക്കിടന്ന മൈസൂർ ആ ഒറ്റ സ്വിച്ചിൽ, CMൻ്റെ സ്വിച്ചിൽ മൈസൂർ മൊത്തം ഓണായി. അപ്പം നമുക്ക് അങ്ങനെ കർണാടക CMനെ കാണാനുള്ള ഭാഗ്യം കൂടെ അവിടെ നിന്നുണ്ടായി. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലാണ് പിന്നെ കാഴ്ചകൾ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് പിന്നെ. കാരണം കർണാടക എന്ന് പറയാൻ പറ്റില്ല, മൈസൂർ മുഴുവൻ ആ ലൈറ്റിൽ തിളങ്ങി നിൽക്കുകയാണ്. എല്ലാ ഭാഗത്തും റോഡിൽ മുഴുവൻ ലൈറ്റാണ്. ചെറിയ രീതിയിലൊന്നുമല്ല കേട്ടോ, നല്ല വലിയ രീതിയിൽ തന്നെ പല കിലോമീറ്റർ കണക്കാണ്. 2-3 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ ഭാഗത്തും എല്ലാ റോഡിലും ലൈറ്റാണ്. ഈ ഒരു ലൈറ്റ് കാണാൻ വേണ്ടി മാത്രം അങ്ങോട്ട് പോകുന്ന ആളുകളുണ്ട് അല്ലേ.
അതെ, ഒരുപാട് ആളുകൾ ലൈറ്റ് കാണാൻ വേണ്ടി മാത്രം പോകുന്നുണ്ട്. മുൻകൂട്ടായി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തമിഴ്നാട് സർക്കാരിൻ്റെ ഓപ്പൺ ബസ് ഉണ്ടാവും, അതായത് മുകളിൽ കർണാടക സർക്കാരിന്റെ അംബാരി ബസ്, അമ്പാരി അതായത് ഡബിൾ ഡക്കർ ബസ്സാണ്. മുകളിൽ ഓപ്പണും താഴെ ക്ലോസ്ഡും ആണ്. താഴെ 250 rupees per person, മേലെ 500 rupees per person ആണ്. 3 യാത്രകളുണ്ട് ഒരു ദിവസം. ശരിക്കും വേർത്താണ്. നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അതായത് നേരത്തെ ബുക്ക് ചെയ്യണം. ഇപ്പോൾ ടിക്കറ്റ് ഇല്ല, ഇപ്പോഴൊക്കെ അത് അവൈലബിൾ ആണ്, പക്ഷേ ടിക്കറ്റ് ഇല്ല. നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കയറി പോവാം. ശരിക്കും ആ ഒരു റൈഡ് വേർത്ത് തന്നെയായിരിക്കും. 500 രൂപയ്ക്ക് 1.5 മണിക്കൂർ യാത്രയാണ് അവർ പറയുന്നത്. ആ ഒരു പാലസിന് ചുറ്റുമായിരിക്കും ഒരു പക്ഷേ കൊണ്ടുപോകുന്നുണ്ടാവുക. എന്നാലും അത് ശരിക്കും വേർത്ത് തന്നെയായിരിക്കും. പിന്നെ ട്രാഫിക്കിൻ്റെ കാര്യം ഒരു രക്ഷയില്ല അല്ലേ? ട്രാഫിക് പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ ട്രാഫിക് എന്ന് വെച്ചാൽ വൈകുന്നേരം ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഈ ലൈറ്റ് കാണാൻ പോകുന്നവർ ഒരുപാട് ടൈം ഈ ലൈറ്റ് ഇല്ല അല്ലേ? 7 മണിക്ക് ഓൺ ചെയ്ത് 7 മണിക്ക് ഓൺ ചെയ്യും, കറക്റ്റ് 10 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും. 10 മണി ആകുമ്പോഴത്തേക്കും കണ്ടു തീർക്കണം. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു, ആൾക്കാർ പോയിട്ട് ലൈറ്റ് കാണാൻ പറ്റിയില്ല. അതായത് അവരെത്തുന്ന സമയം 10 മണിക്ക് ശേഷവും ഈ ലൈറ്റുകളൊന്നും കാണാനും പറ്റില്ല. പകലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വൈബും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കൂടെ സ്റ്റേ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് 7 to 10 അതാണ് മൈസൂർ സിറ്റി ലൈറ്റ്സ് ഓൺ ആയിരിക്കുന്ന സമയം. പിന്നെ അതുപോലെ തന്നെ എം ജി നമ്മൾ ഇത് വൈകുന്നേരം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ നേരെ ഭക്ഷണം കഴിക്കാനല്ലേ പോയത്? എക്സിബിഷൻ ഗ്രൗണ്ട് അല്ല, എക്സിബിഷനിൽ പോയി നമ്മൾ. എക്സിബിഷൻ എക്സിബിഷനും ആ ഒരു ടിക്കറ്റിന്റെ എമൗണ്ടിന് ശരിക്കും വർത്ത് അല്ലേ? അതായത് നമ്മൾ പോയ ദിവസം പക്ഷെ എല്ലാം ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു റോബോട്ടിക്കും കേക്കും ഒന്നും നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലല്ലേ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം കാര്യങ്ങളൊന്നും ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിലും ഉള്ളതൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. കുട്ടികളുടെ പ്ലേ ഏരിയ പക്ഷേ വലിയ പ്ലേ ഏരിയ കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് അതിൻ്റെ ആ ഒരു സറൗണ്ടിങ്സ് വരുന്നത്. അതിനകത്ത് കംപ്ലീറ്റ് പ്ലേ ഏരിയ ആണ്. ചെറിയ പിള്ളേർക്കൊക്കെ അത്രയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുടെ പ്ലേ ഏരിയ നമുക്ക് പറയാതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ വലിയവരാണ് അതിനകത്ത് മുഴുവൻ. ജയന്റ് വീലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ തരം ഗെയിംസ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൈഡ്സ് ഒക്കെ ഉള്ള ഒരു അടിപൊളി ആംബിയൻസ്. എക്സിബിഷൻ ഗ്രൗണ്ട് എന്തായാലും ഒരു തവണ വിസിറ്റ് ചെയ്യണം. പക്ഷേ ഫുഡ് അവിടെ നിന്ന് അല്ല, പക്ഷേ അത് ഞാൻ പറഞ്ഞത് ഫുഡ് അവിടെ ഉണ്ട്. ഫുഡ് കോർട്ട് ഉണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫുഡ് അവിടെ നിന്ന് ട്രൈ ചെയ്യരുത് മസ്റ്റായിട്ട്. കാരണം ഫുഡിന് വേണ്ടി മാത്രം മൈസൂരിൽ വേറൊരു സ്ഥലത്ത് ആഹാരമേള നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയമാകുമ്പോഴത്തേനും അത്യാവശ്യം വിശന്നിട്ടൊക്കെ ഉണ്ടാവും. ശരിയാണ്. അതുകൊണ്ട് കുറച്ച് സ്നാക്സ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് ട്രൈ ചെയ്യാം. അതല്ലാതെ ഫുഡ് എടുക്കരുത്. കാരണം ഫുഡിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ആഹാരമേള എന്ന് പറഞ്ഞിട്ട് അറൗണ്ട് ഒരു 200-ന് മുകളിൽ സ്റ്റോളുകളും 200-ന് മുകളിലും ഷോപ്പുകളുള്ള ഒരു വലിയ ഗ്രൗണ്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് ഒത്തൻറ്റിക് ഫുഡ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബാംബു ബിരിയാണി ഉൾപ്പെടെ ഒരുപാട് 50 രൂപയുടെ ഷവർമയുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡുള്ള ഒരു വലിയൊരു ഗ്രൗണ്ടിൽ അറേഞ്ച് ചെയ്ത ഒരു ആഹാരമേള. അതായത് എക്സിബിഷൻ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ശരിക്കും സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഇലുമിനേഷൻ കാണാനാണ്. ശരിക്കും ഇത് കാണണം. നമ്മൾ ചൂസ് ചെയ്തത് ഓലയായിരുന്നു അത് കാണാനായിട്ട്. ചുറ്റും ആ ഒരു ഏരിയ ഒരുപാട്, അതായത് ഓരോ സ്ട്രീറ്റും ഡിഫറെൻറ്റ് ലൈറ്റ്സ് ആണ്. എല്ലാ ഭാഗത്തും ഒരേ ലൈറ്റ്സ് അല്ല, പലതരം കളർ കൊണ്ടും പലതരം ഡിസൈന് കൊണ്ടും പലതരം രീതിയിലുമാണ് ലൈറ്റ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് എല്ലാ ഭാഗങ്ങളും കാണണം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ പോയത് ആഹാരമേളയ്ക്ക് തന്നെയാണ് അല്ലേ? ആഹാരമേളയ്ക്കായിരുന്നു. ആഹാരമേളയിലാണ് ഇത്രയധികം ഡിഫറെൻറ്റ് വെറൈറ്റി ഫുഡുള്ളത്. അപ്പോൾ നമ്മൾ ഡിന്നർ അവിടെ നിന്നാണ് കഴിച്ചത്. അപ്പം നിങ്ങളാണെങ്കിലും അവിടെ നിന്ന് ട്രൈ ചെയ്യുക. കാരണം അവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് എല്ലാ തരം രീതിയിലും എല്ലാ ടൈപ്പിലും നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം അവൈലബിൾ ആണ്. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആഹാരമേള തന്നെയാണ് ഡിന്നർ എടുക്കാൻ. പിന്നെ ആഹാരമേള കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അപ്പോഴത്തേനും ഓഫ് ആയിട്ടുണ്ടാവും. 11-11:30 ആയി ഞങ്ങൾ ആഹാരമേള കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേനും. പിന്നെ അതല്ലെങ്കിൽ മൈസൂർ ഇപ്പോൾ ദസറ ടൈമിലല്ല നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു ഓപ്ഷനാണ് വിജയനഗറിലുള്ള ഫുഡ് സ്ട്രീറ്റ്. അത് പിന്നെ എപ്പോഴും ഉള്ള ഒരു ഫുഡ് സ്ട്രീറ്റാണ്. അവിടെ പക്ഷേ ഇത്രയൊന്നും കടകളില്ല. അവിടെ ഒരു 20-25 കടകൾ മാത്രമുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ്. അപ്പം അവിടെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അത് ഫുഡിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് മൈസൂരിൽ എപ്പോഴും ഉള്ളൊരു സ്ട്രീറ്റാണ്. അത് നിങ്ങൾക്ക് എപ്പോൾ പോയാലും അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതല്ല, ബാംബു ബിരിയാണിയാണ് അവിടെ നമ്മൾ ട്രൈ ചെയ്തത്. ബാംബു ബിരിയാണി ആയിരുന്നു. പിന്നെ നാടൻ ദോശകൾ, പിന്നെ മോമോസ്, അങ്ങനത്തെ എല്ലാ വെറൈറ്റി ഫുഡും അവിടെ ഉണ്ടായിരുന്നു. അതും വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു മൈസൂരിൽ നമ്മളുടെ 2 ദിവസം അല്ലേ അഞ്ജുജി? 2 ദിവസത്തെ എക്സ്പീരിയൻസ് ഇതായിരുന്നു. ആയിക്കോട്ടെ. അപ്പം നിങ്ങൾ തീർച്ചയായും പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് നമ്മൾ കള്ളന്മാരെ സൂക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ തിരക്ക് സൂക്ഷിക്കുക. പിന്നെ സ്വന്തം വണ്ടിയും കൊണ്ട് പോവുകയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുക. ഇപ്പോഴൊക്കെ പോയി കഴിഞ്ഞാൽ അടുക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും അല്ലേ? പിന്നെ അത് മാത്രമല്ല കുറേ പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതൊന്നും സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല, ക്ലീൻ ആയിരുന്നില്ല. പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് തന്നെയായിരുന്നു. അവർക്ക് ഒരു പക്ഷേ ഈ തിരക്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതായിരിക്കാം.
വെറുതെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നാൽ പോലും അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നു. ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഇപ്പം ഹേമ ചേച്ചിയും വിനോയേട്ടനും ഞാനും കൂടെ നടത്തിയ യാത്രയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ മെയിനായിട്ടുള്ളൊരു കാര്യം വിട്ടുപോയി പീഷേ, ഗുരു സ്വീറ്റ്സിലെ മൈസൂർ പാക്ക്. അയ്യോ, അത് വിട്ടുപോയി. അത് നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ട് നേരെ, അതായത് ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മൈസൂർ പാലസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ടാണ് പോയത്. അത് വിട്ടുപോയി, ക്ഷമിക്കണം. അപ്പോൾ അതും കൂടെ നമുക്ക് പറയാം. അതായത് മൈസൂർ പാക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയണത്, ഇത് ഉണ്ടാക്കിയതെന്ന് പറയണത്, ഇത് അറിയപ്പെടുന്നതെല്ലാം മൈസൂരിൻ്റെ പേരിലാണ്. കാരണം മൈസൂരിൻ്റെ രാജാവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കഥയുണ്ട്. മൈസൂർ രാജാവിന് സ്ഥിരം കഴിക്കുന്ന സ്വീറ്റ്സ് മടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷെഫിന്, പേരറിയില്ല എനിക്ക്, അദ്ദേഹത്തിൻ്റെ ഷെഫിനോട് പറഞ്ഞു എനിക്കൊരു സ്പെഷ്യൽ ഡിഷ് വേണമെന്ന്. അപ്പോൾ ഷെഫ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ, അതായത് കടലമാവും നെയ്യും പഞ്ചസാരയോ ആണോ, കടലമാവും നെയ്യും പഞ്ചസാരയും കൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു വിഭവം രാജാവിന് മുന്നിൽ വെച്ചു കൊടുത്തു. രാജാവ് അത് കഴിച്ചു, ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് രാജാവ് അതിൻ്റെ പേര് ചോദിച്ചു. പക്ഷെ ഷെഫ് ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പേരാണത്രേ മൈസൂർ പാക്ക് എന്നുള്ളത്. മൈസൂരിൻ്റെ സ്പെഷ്യൽ ഡിഷായത് കാരണം മൈസൂർ പാക്ക് എന്ന് അദ്ദേഹം അതിന് പേര് പറഞ്ഞു കൊടുത്തു. രാജാവ് പറഞ്ഞു ഈ ഒരു രുചി ഞാൻ മാത്രം ആസ്വദിച്ചാൽ പോരാ, എൻ്റെ പ്രജകളും ആസ്വദിക്കണം എന്ന് പറഞ്ഞ് രാജാവ് പറഞ്ഞിട്ട് ഇട്ടുകൊടുത്ത ഷോപ്പാണ് ഗുരു സ്വീറ്റ്. ഗുരു സ്വീറ്റ്സ്, അതായത് മൈസൂർ രാജാവിൻ്റെ റെക്കമെൻഡേഷൻ വന്ന സ്വീറ്റ്. അതുകൊണ്ട് തന്നെ മൈസൂർ പോയി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ പോവേണ്ടതും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുമായിട്ടുള്ളൊരു ഷോപ്പാണ് മൈസൂർ സ്വീറ്റ് കിട്ടുന്ന നമ്മുടെ ഗുരു സ്വീറ്റ് അല്ലേ. ഒരുപാട് കടകളുണ്ട്, പക്ഷേ അതിൽ ഡിഫറെൻ്റ് ആയി നിൽക്കുന്ന ഒരു ഷോപ്പ് ഇതാണെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. കാരണം ഇതാണ് ഫസ്റ്റ് ഷോപ്പ്. അതെ, ഇതാണ് അദ്ദേഹം മൈസൂർ രാജാവിൻ്റെ കാലത്തുണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു രുചി ഇപ്പോഴും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായും മൈസൂർ പോകുമ്പോൾ നിങ്ങൾ കാണേണ്ട സ്ഥലങ്ങളും കഴിക്കേണ്ട രുചികളുമായിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ പോഡ്കാസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമോ എന്നോ ഇല്ലയോ എന്നോ ഞങ്ങൾക്ക് അറിയില്ല. അതുപോലെ തന്നെ തിരിച്ചു വരാനും സത്യമംഗലവും ബന്ദിപ്പൂരും ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചൂസ് ചെയ്തത് ബന്ദിപ്പൂർ തന്നെയായിരുന്നു. അതെ, ബന്ദിപ്പൂർ ആ വഴി തന്നെ നമ്മൾ വന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. പിന്നെ എന്തെങ്കിലും എന്താ പറയുക പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.